തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്ത് LDF ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. പ്രചരണ പരിപാടികൾക്ക് എത്തിയില്ലെങ്കിൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയും ഉയരുകയാണ്. ഇതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ ഇത്തരം ഭീഷണികളും അതോടൊപ്പം തന്നെ നാടകങ്ങളും ഒക്കെ കാണുകയാണ്. കുടുംബശ്രീ തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ ഈ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലുമൊക്കെ കരകയറാനുള്ള ശ്രമമാണോ ഇപ്പോൾ CPM-ന്റെയും LDF-ന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഗൗതമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിൽ ആളെ കൂട്ടാനൊക്കെ ഹരിതകർമ്മ സേനയിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂടാതെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെയും ഒക്കെ കൊണ്ടെത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വിവാദമായതാണ്, വാർത്തകളായതുമാണ്. വിദ്യാർത്ഥികളെ അടക്കം സ്കൂളുകളിൽ നിന്ന് സ്കൂൾ വാഹനത്തിൽ കൊണ്ടുവരുന്നതും അത് ചർച്ചയായതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലും ഇത്തരത്തിലുള്ള സമാന നിലപാടുകൾ, നടപടികളും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പാറശാലയിലെ MLA-യും ഒപ്പം തന്നെ പാറശാലയിലെ നിലവിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയുമായ CK ഹരീന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രചരണത്തിനായി, അതും കൺവെൻഷൻ പരിപാടികൾക്കായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുടുംബശ്രീ അംഗങ്ങളെയും CDS-മാരെയൊക്കെ ഇറക്കിയതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. സമാനമായി തന്നെ കഴക്കൂട്ടത്തും കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി ഇത്തരത്തിൽ ആളുകളെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ജനം TV പുറത്തുവിട്ടിരുന്നു. അതും വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇത്തരത്തിൽ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകില്ല, ഒപ്പം തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ ഇത് പേടിച്ചുകൊണ്ടൊക്കെ പല തൊഴിലുറപ്പ് തൊഴിലാളികളും കൂടാതെ തന്നെ കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മ സേനയിലെ ആളുകളും ഒക്കെ പരിപാടിക്ക് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളെ കൂട്ടി ശക്തി തെളിയിക്കാനുള്ള നടപടികളാണ് പല ഘട്ടങ്ങളിലും CPM സ്വീകരിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങളടക്കം CPM-നുള്ള അമർഷം, ദേഷ്യമൊക്കെ പല കേന്ദ്രങ്ങളിലുമുണ്ട്. വികസനം ചർച്ച ചെയ്യപ്പെടാതെ, വികസനം എത്തിക്കാതെ പല മണ്ഡലങ്ങളിലും CPM നടത്തുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, അതൊക്കെ കണ്ടുകൊണ്ട് പിന്നോട്ടടിക്കുന്ന വോട്ടർമാരുണ്ട്. അങ്ങനെ ആളില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ്. സമാനമായി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് ആളെ കൂട്ടാനുള്ള നീക്കങ്ങൾ CPM കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുടുംബശ്രീ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്ന തൊഴിലാളികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് CPM-ന്റെ പ്രാദേശിക നേതാക്കൾ. CPM-ന്റെയും സർക്കാരിന്റെയും പരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടി എത്തിയില്ലെങ്കിൽ കൂലി തരില്ല തുടങ്ങിയ ഭീഷണികളാണ് ഉയരുന്നത്. ഇതിന്റെ ഓഡിയോ ക്ലിപ്പൊക്കെ കഴിഞ്ഞ ദിവസം ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത്.